ശരിയാ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു അഭിമാന പ്രശ്നം അല്ലെങ്കിൽ അഭിമാനമായി നമ്മളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് ആരാധിക്കുന്ന ഒരു സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അല്ലേ? നമ്മുടെ ശത്രുരാജ്യത്തിന് മറുപടി കൊടുത്തില്ലേ? ആ മറുപടിയിൽ നമ്മൾ പുളകിതരായി പോയി. അത്രയും അതിന്റെ ഒരു ആവേശം ഇപ്പോഴും നമുക്കിടയിലുണ്ട്. പക്ഷേ ഇതിനിടയിലും നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ശത്രുരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ജ്യോതി മൽഹോത്ര. പിന്നെ അതിന് തുടർച്ചയൊന്നോണം പലരും പ്രാദേശികമായി സഹായം നൽകിയ ആളുകളും, പക്ഷെ അതിൽ ബ്ലോഗർമാർ കൂടുതലായിട്ട് ജ്യോതി മൽഹോത്ര ഈസ് ഓൾസോ എ ബ്ലോഗർ അല്ലേ? വലിയ എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ട് ഈ മേഖലയിൽ, നല്ല കഴിവ് തെളിയിച്ച. എന്തുകൊണ്ടായിരിക്കും ഈ ബ്ലോഗർമാർ ഇതിലേക്ക് വരുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഈ ബ്ലോഗറുടെ കാര്യം നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നത് ടൂറിസം വകുപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എല്ലാ ചെലവും വഹിച്ചുകൊണ്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. അതിന്റെ വിവരാവകാശ രേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ഒക്കെ ഈ കാര്യത്തിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ഈ ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് അവർക്ക് സബ്സ്ക്രൈബേഴ്സും ഏതാണ്ട് 3 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ബ്ലോഗർ ആയിരുന്നു അവർ ലേഡി. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ പറയപ്പെടുന്ന പോലെ ഹൈക്കമ്മീഷൻ, അതായത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. അപ്പോൾ ഇത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന, ഇന്ത്യക്കാരെ ഒറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് പറയത്തൊന്നുമില്ല. പക്ഷെ ഇത് ശരിക്കും അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബ്ലോഗർമാർ ഇപ്പോൾ ഷിജിത്ത്, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബ്ലോഗർമാർ ഇപ്പോഴത്തെ ഒരു സെനാരിയോ നോക്കി കഴിയുമ്പോൾ മിക്കപ്പോഴും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അതായത് വ്ലോഗിങ്ങിലൂടെ തന്നെ വേറെ ഇല്ലീഗൽ മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ അധികം വ്ലോഗർമാർ അതിലേക്ക് വീണു പോവുകയാണ്. അതായത് പൈസയാണ്, പളവളപ്പുന്ന പൈസ തന്നെയാണ് ഇതിലെ മെയിൻ യൂസ്. എനിക്ക് തോന്നുന്നു ഈ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലുള്ള പ്രേമം കൊണ്ടൊന്നും ആയിരിക്കും ഇത് ചെയ്തത്. അവർ ഉറപ്പായിട്ടും ഈ പറയപ്പെടുന്ന പൈസ ആയിരിക്കും. പൈസ സ്വയുടെ സ്ത്രീയല്ലേ, അവരുടെ ഒരു സ്റ്റൈലും മറ്റേറും ഒക്കെ കാണുമ്പോൾ ഇതിനൊക്കെ പണം വേണം. ഈ കാണിക്കുന്ന ഫാഷനായാലും ഈ കാണിക്കുന്ന പൊങ്ങച്ചതിനായാലും പൈസ വേണം സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കുക, അത് അൺകൗണ്ടബിൾ മണി കിട്ടുമ്പോഴാണ് അത് വല്ലാതെ ലെവലിലേക്ക് നമ്മൾ മാറി. പൈസ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് മാത്രമേ അങ്ങനെ ചിന്തി. പക്ഷെ അവരെങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെയാണോ, ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി തീർന്നു എന്ന് ചോദിച്ചാൽ പൈസ എന്നേ പറയാൻ പറ്റില്ല. വരുന്ന ഹിസ്റ്ററി നമുക്ക് പോയിട്ട് കാര്യമില്ല. പിന്നെ ഈ ബ്ലോഗർമാർക്കുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, അതൊക്കെ ഇവരെ ദുരുപയോഗം ചെയ്തു. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു, മേ ബി ഈ പറയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലും വന്നു. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറശ്ശിനിക്കടവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ചൊക്കെ ബ്ലോഗ് ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം, ചരിത്ര പ്രധാനമായിട്ടുള്ള വളരെയധികം സ്വത്തുള്ള, വളരെ വെൽത്തി ആയിട്ടുള്ള, ഇപ്പോഴും ഭയങ്കര കാവൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ സുരക്ഷിതമുള്ള ഒരു അമ്പലങ്ങളിൽ ഒന്നാണ്. അവിടേക്ക് ഇവർ വരിക, ഇവർക്ക് സ്വാധീനപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ അകത്തൊക്കെ കയറി വ്ലോഗ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിലാണ് അതിന്റെ ഒരു അതാണ് അവിടെയാണ് അതിന്റെ അപകടം കിടക്കുന്നത്. ഇപ്പോഴും നമ്മൾ അറിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു അതിഥിയായിട്ടാണ് ഇവർ ഇവിടെ എത്തിയത്. അങ്ങനെ വരും. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഒരു അധികാരം ഉപയോഗിച്ച് ഇവര് വേറെ എന്തൊക്കെ ഷൂട്ട് ചെയ്തത് നമുക്കറിയില്ല. ഇപ്പൊ പിടിയിലായതുകൊണ്ടല്ലേ. ഇപ്പൊ അതൊക്കെ എത്ര പേർക്ക് അയച്ചു കൊടുത്തു, അത് ഇനി അടുത്ത ഒരു ഓപ്പറേഷന് ഇന്ത്യയെ നിർബന്ധിതാക്കുന്ന തരത്തിൽ അവർ എന്തൊക്കെ കോപ്പ് കൂട്ടുക നമുക്ക് അറിഞ്ഞുകൂടാ. പല രഹസ്യങ്ങളും ഇപ്പോഴും ഈ രീതിയിലാണ് പുറത്തു വരുന്നത്. പക്ഷെ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷൻ, അതിന് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നു, പിന്നീട് ഇങ്ങനെ ചാരപ്രവൃത്തി, പാകിസ്ഥാനിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു, അതാണ് അവർ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ടൂറിസം വകുപ്പ് ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും പിന്നീട് ഒരു ഗൗരവമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ നടത്തും, നമുക്കറിയില്ല. ഇനി പേടിച്ചിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തായാലും സാറ്റലൈറ്റ് മാധ്യമമാണ് അത് പുറത്ത് വിട്ടത്, പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമമാണ് ഇതിന്റെ വിവരാവകാശം പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും എനിക്കൊന്ന് വ്ലോഗർമാരുടെയൊക്കെ ഒരു ബാക്ക് ഹിസ്റ്ററി സർക്കാർ എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ വിമർശനം വേണ്ടെന്നല്ല, തീർച്ചയായിട്ടും വേണം, അതൊരു കടിഞ്ഞാണില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഇല്ലീഗൽ, അതായത് നമ്മുടെ രാജ്യദ്രോഹപരമായിട്ട്, നമുക്കറിയാം ചുമ്മാ ഒരു വ്ലോഗർ വന്നിട്ട് രാജ്യദ്രോഹ കുറ്റം പറയില്ല. അവൻ ഇനി എന്ത് വ്ലോഗിന് വേണ്ടി, കാശിന് വേണ്ടി എന്ത് വ്ലോഗ് ചെയ്താലും ഒരു വ്യക്തിയും, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും അതൊരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേക മൈൻഡ് സെറ്റ് ആയിരിക്കും. അവരെ തെരഞ്ഞുപിടിച്ച് കണ്ടുകൊണ്ട് അവർക്ക് ഇപ്പൊ പറയുന്ന പോലെ ഈ മയക്കുമരുന്നൊക്കെ പിടിക്കുന്ന ആൾക്കാരെ ഡാർക്ക് വെബ് ഒക്കെ കാത്തിരുന്ന് മോണിറ്റൈസ് ചെയ്ത പോലെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചാനലുകളും മോണിറ്ററിംഗ് അത്യാവശ്യമാണ്. ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷമൊക്കെ ഉയർത്തിക്കൊണ്ട് വരും. പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി ഇതിന്റെ അന്വേഷണം വരട്ടെ. നമ്മൾ മറ്റൊന്ന്, നമ്മുടെയൊക്കെ നികുതി പണം എടുത്തിട്ടാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. ക്ഷണിച്ചു വരുത്തുന്ന ആളുകളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന്
ഊഹിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കരുതൽ അതായത് ബ്ലോഗർ ആണ്, ഇൻഫ്ലുവൻസർ ആണെന്ന് കരുതി അവർക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. അവരും പരിശോധനയ്ക്ക് വിധേയരാകേണ്ടത് തന്നെയാണ്, പ്രത്യേകിച്ചും ഇനിയുള്ള സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അവരുടെ മയക്കുമരുന്ന് കാണും, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിനെതിരായ അല്ലെങ്കിൽ തീവ്രവാദം, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇനി ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ നാട്ടിലേക്ക് ഒരു അതിഥി ഇൻഫ്ലുവൻസറെ ക്ഷണിക്കാൻ.